സിനിമ കാണുന്നതിൻ്റെ മുമ്പേ രണ്ട് ചെറുതടിക്കാണ്ട് ഒരു സുഖമില്ല. കിടിലം പടം, ഹാപ്പി ആൾക്കാർ, കിടിലം പടം, നല്ലൊരു സുഖം കിട്ടും പടം. ആഹാ, മമ്മൂട്ടിയിൽ അങ്ങനത്തെ ഒരു വേഷത്തിൽ കാണുമ്പോൾ നമ്മളെ മലയാള സിനിമയിലെ ഒരു ബാറിൻ്റെ മുകളിലേക്ക് പോയ പോലത്തെ ഒരു ഫീല് കിട്ടും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് മമ്മൂട്ടിയുടെ പടം കണങ്കാവൽ കാണാൻ പോവേന്ന്. മമ്മൂട്ടിയുടെ അല്ല, മമ്മൂട്ടിയുടെയും വിനായകനും എല്ലാവരും ഇല്ല പടം കാണാൻ പോവേന്ന്. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് ചെറിയൊരു ഷോപ്പിംഗ് പരിപാടി ഉണ്ട്. ഇവിടെ എന്തെല്ലോ പരിപാടി ഉണ്ട് നടക്കുന്നത്. പാരീസിൽ ക്രിസ്മസ് മാർക്കറ്റ് പരിപാടി നല്ല കളർഫുള്ളാണ്. അപ്പോൾ സിനിമയും കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ ഒന്ന് സിറ്റി ഒന്ന് കാണാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വാ ഗൈസ്. അപ്പോൾ സിനിമ കാണുന്നതിൻ്റെ മുമ്പേ ജസ്റ്റ് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ച് കിഡിലൊരു സ്പോട്ടുണ്ട്, അറബിക്കാന്നാണ് എൻ്റെ പേര്. പൊതുവേ നല്ല നല്ല കാപ്പിയും നല്ല ടേസ്റ്റുള്ള കാപ്പി കിട്ടുന്നതാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കുറേ ഫ്രാഞ്ചൈസി എല്ലാം ഇല്ല, നമ്മളെ സ്റ്റാർബക്സ് എല്ലാം പോലത്തെ. പക്ഷേ സ്റ്റാർബക്സിനെല്ലാം കാണും എത്രയോ നല്ല സാധനമാണ് അറബിക്ക. അപ്പോൾ അവിടെ നിന്നൊരു കാപ്പി കുടിച്ചിട്ട് നേരെ പടത്തിന് ഗൈസ്. അപ്പോൾ ഇതാണ് അറബിക്ക, കണ്ട അറബിക്ക. ഇതിൻ്റെ ഉള്ളിലെല്ലാം കാണാൻ നല്ല രസമാണ്. കണ്ട അതിൻ്റെ ഉള്ളിൽ നമ്മളെ രണ്ട് പിള്ളേരുണ്ട്, അവിടെ മുമ്പല്ലോ കളിക്കുന്നുണ്ട്. അതാണ് നമ്മളെ ടീം. സിനിമ കാണുന്നതിൻ്റെ മുമ്പേ രണ്ട് ചെറുതടിക്കാണ്ട് ഒരു സുഖമില്ല. പാരീസിന്റെ സൗന്ദര്യം നീ കാണിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്നെ കാണിക്കൂ. അതെ, പാരീസിന്റെ സൗന്ദര്യം സിനിമ കാണുന്നതിന് മുമ്പേ ഓന് അടിക്കാണ്ട് കേറാൻ കഴിയില്ലെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ഒരു ഉപ്പ് വെള്ളം വാങ്ങാൻ വന്നിട്ടുണ്ട്. അപ്പം ഗൈസ്, മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളം വാങ്ങി കുടിക്കണം. വെള്ളം വാങ്ങി കുടിക്കണം. ഓക്കെ, അപ്പൊ ഇനി സിനിമ, ഡയറക്റ്റ് സിനിമ, ഇനി വേറൊന്നുമില്ല. മറ്റേ കൈ അടിക്ക് സിക്കാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ പടം കഴിഞ്ഞു. കിഡിലം പടം, ഹാപ്പി ആൾക്കാർ, കിഡിലം പടം. മമ്മൂട്ടിനെ അല്ലാണ്ടാണ് വേറൊരാളെ ചിന്തിക്കാൻ കഴിയില്ല, അല്ലേ ചേച്ചി? അതെ, തീർച്ചയായും. അഭിപ്രായം പറ. വളരെ നല്ല അഭിപ്രായം. രണ്ട് സിനിമ എങ്ങനെയുണ്ട്? വീണ്ടും വളരെ നല്ല അഭിപ്രായം. ടൊട്ടു സിനിമ എങ്ങനെയുണ്ട്? അപ്പം നല്ല പടം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കള്ളൻ ഗോ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. ഈ നല്ല നമ്മളെ പാരീസിലെ ആദ്യത്തെ കേരള റെസ്റ്റോറൻ്റ് ആണ്. ആദ്യത്തെ മീൻസ് നമുക്കറിയുന്ന ഒറ്റൊന്നും ഇല്ല. അപ്പോൾ അവിടെ പോവേന്ന് കിഡിലം പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. നല്ലൊരു സുഖം കിട്ടും പടം. ആഹാ, മമ്മൂട്ടിയിൽ അങ്ങനത്തെ ഒരു വേഷത്തിൽ കാണുമ്പോൾ നമ്മളെ മലയാള സിനിമയിലെ ഒരു ബാറിൻ്റെ മുകളിലേക്ക് പോയ പോലത്തെ ഒരു ഫീല് കിട്ടും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് പടം കാണണം. എന്തായാലും വെറുതെ ആവില്ല. എത്ര പൈസ കൊടുത്താലും ഈ പടത്തിന് വെറുതെ ആവില്ല. നല്ല പടം, അത്രേ പറയാനുള്ളൂ. നല്ല പടം, നല്ല മേക്കിങ്. കുറേ ആൾക്കാർ മോശമെല്ലാം പറയുന്നത് കേട്ടിനി, പക്ഷെ എനിക്ക് തോന്നിയില്ല. എനിക്ക് നല്ല പടമായിട്ടാണ് തോന്നിനി. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യുമോ പടം, അത്രേ പറയുള്ളൂ. വീഡിയോ ഞാൻ ഫോം വരുമ്പോൾ Happy birthday. Happy birthday to you. ഗൈസ്, അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോക്കായി. കള്ളാൻകോലെല്ലാം പോയി നല്ല ബിരിയാണിയെല്ലാം കഴിച്ച്. നല്ല ബിരിയാണിയാണ്. പാരീസിൽ വരുന്നവർക്ക് ധൈര്യത്തിൽ പോയിട്ട് കഴിക്കാവുന്ന ഒരു സ്ഥലമാണ് കള്ളാൻകോ. അപ്പം സെറ്റാണ് പരിപാടിയെല്ലാം. അപ്പോൾ സിനിമ അടിപൊളി. എല്ലാവരും പോയി തിയേറ്ററിൽ പോയിട്ട് കാണുക. നല്ല പടമാണ്. അപ്പോൾ ഇനി വേറൊരു ദിവസം കാണാം. ക്രിസ്മസ് മാർക്കറ്റിലെല്ലാം പോകണം എന്നുണ്ടായിന്, പക്ഷേ സമയം പോയി. സിനിമയെല്ലാം കണ്ട് ഇവിടെ എത്തുമ്പോഴേക്ക് തന്നെ സമയം തീർന്ന്. അപ്പോൾ ഇനി അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ പോവാം. ഡിസംബർ 25 വരെ ഉണ്ടല്ലോ പരിപാടി. ഓക്കെ, ബൈ.